സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ബാലരാമവർമ്മ അല്ലെ. ഓക്കെ, ആദ്യം നമ്മൾ പഠിച്ചു മാർത്താണ്ഡവർമ്മ, പിന്നീട് പഠിച്ചു കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാളിന്റെ ലോങ് 40 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വരുന്നത് ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ബാലരാമപുരത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡൊക്കെ ഇട്ട് പഠിച്ചില്ലേ? ഓക്കെ, അത് തന്നെ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ബാലരാമവർമ്മയെ കുറിച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഹി വാസ് ദ വീക്കസ്റ്റ് റൂളർ, അല്ലെങ്കിൽ വീക്ക് റൂളർ ഓഫ് തിരുവിതാംകൂർ ഡൈനാസ്റ്റി, അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ വീക്ക് റൂളർ ആയിട്ട് പറയപ്പെടുന്നത് ആരെയാണ്? ബാലരാമവർമ്മയുടെ സമയത്തെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വീക്കാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷിന്റെ ഇൻഫ്ലുവൻസിൽ കംപ്ലീറ്റ്ലി തിരുവിതാംകൂർ രാജവംശം വരുന്നത് ഈ ബാലരാമവർമ്മയുടെ കാലത്താണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അവിടെ ബ്രിട്ടീഷിന്റെ ഒരു പ്രതിനിധിയായിട്ട് ആരെ നിയമിച്ചിട്ടുണ്ട്? റെസിഡന്റ് ആണ് ബ്രിട്ടീഷിന്റെ പ്രതിനിധി. ഓക്കെ, റെസിഡന്റിനെ നിയമിച്ചിട്ടുണ്ട്. ആ റെസിഡന്റ് ആയിട്ട് വരുന്നത് ആരാണ്? കൊളിൻ മക്കാളെ. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു മക്കാളെയൊക്കെ പഠിക്കുന്നുണ്ടല്ലേ, അതല്ല ഇത്. കൊളിൻ മക്കാളെയാണ്. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സോ രാജാവ് വീക്ക് റൂളർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഒരു സമയത്ത് ആരാണ് സ്ട്രോങ്ങർ ആയിട്ടുള്ളത്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ എമേർജ്ഡ് ആസ് എ ലീഡർ ഇൻ ദിസ് പീരീഡ്. ഓക്കെ, സോ വേലുത്തമ്പി ദളവയെ കുറിച്ച് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നുണ്ട്. വേലുത്തമ്പി ദളവ 1765 ജനിച്ചു. 1809 മരിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്നതാണ്. എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറയും. അപ്പൊ വേലുത്തമ്പി ദളവയെ വേലുത്തമ്പി ദളവ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ റാങ്ക് വഴി തന്നെ താഴേക്കിടയിൽ ഉയർന്നു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷന്റെ എല്ലാ വശങ്ങളും പുള്ളിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. ഓക്കെ, സോ വേലുത്തമ്പി ദളവ റിലേറ്റ് ചെയ്ത് കുറച്ച് കോൺഫ്ലിക്ട്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. 1800 കൊളിൻ മക്കാളെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വേലുത്തമ്പി ദളവയായിട്ട് നിയമിക്കുന്നത്. ഓക്കെ അല്ലേ? സോ എന്താണ് ആ ഒരു സമയത്ത് കൊളിൻ മക്കാളെ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സസ് ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്. ഓക്കെ, ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂർ രാജവംശം ഒരു നികുതി കൊടുക്കേണ്ടി വരുമല്ലോ. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ രാജവംശം ഫൈനാൻഷ്യലി ഭയങ്കര പ്രതിസന്ധിയിലാവുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു അത് സംഭവിക്കുന്നത് ഏകദേശം വേലുത്തമ്പി ദളവയുടെ സമയത്താണ്. മക്കളെ അത്യാവശ്യം നല്ല രീതിക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആ ഒരു സമയത്ത് തന്നെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാർക്ക് ടാക്സസ് കൂട്ടണമെങ്കിൽ, കൂടുതൽ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ പണം കളക്ട് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ അങ്ങനെ എന്താണ്? വേലുത്തമ്പി ദളവ ഒരുപാട് നയങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സ്വീകരിച്ചത്? റവന്യൂ കളക്ഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇല്ലാത്ത ഒരുപാട് അലവൻസസ് ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നായർ ബ്രിഗേഡിയൻസിന്റെ അലവൻസസ് ചുരുക്കിയിട്ടുണ്ട് ആര്? വേലുത്തമ്പി ദളവ. അത് റിലേറ്റ് ചെയ്ത് ഒരു മ്യൂട്ടിനി വരുന്നുണ്ട്, വിച്ച് ഈസ് ട്രാവൻകൂർ മിലിറ്ററി മ്യൂട്ടിനി. ഓക്കെ, സോ അത് വരുന്നത് 1804 റിലേറ്റഡ് ടു വേലുത്തമ്പി ദളവ. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന റെസിഡന്റ് ടാക്സസ് കൂട്ടുന്നു. ആ ടാക്സസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് റവന്യൂ കളക്ഷൻ സംഭവങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അലോവൻസ് വെട്ടിച്ചുരുക്കുന്നുണ്ട്. ആ ഒരു സമയത്തുള്ള സംഭവമാണ് ട്രാവൻകൂർ മിലിറ്ററി മ്യൂട്ടനി. അപ്പുറത്ത് ആരാണ് വെട്ടിച്ചുരുക്കിയത്? നായർ ബ്രിഗേഡിയൻസിന്റെ. ഓക്കെ അല്ലേ? സോ അത് കഴിയുമ്പോൾ 1804 എന്ത് സംഭവിക്കുന്നുണ്ട്? മിലിറ്ററി മ്യൂട്ടനി ഉണ്ട്. അത് കഴിയുമ്പോൾ എന്താണുള്ളത്? 1809 പ്രശസ്തമായ മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്, വിച്ച് ഈസ് കുണ്ടറ പ്രൊക്ലമേഷൻ, അല്ലെങ്കിൽ കുണ്ടറ വിളംബരം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. സോ 1809 കുണ്ടറ വിളംബരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഈ ഒരു പ്രശ്നങ്ങൾക്കെതിരെയാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ കുണ്ടറ വിളംബരത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഓർഗനൈസ്ഡ് ആന്റി ബ്രിട്ടീഷ് ഡിക്ലറേഷൻ ആണ് എന്ത്? കുണ്ടറ പ്രൊക്ലമേഷൻ എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അതിന്റെ ഭാഗമായിട്ട് 1809 തന്നെയാണ്, കണ്ടില്ലേ, കുണ്ടറ വിളംബരം സംഭവിച്ച ആ ഒരു വർഷം തന്നെയാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത്. നല്ല രീതിക്കുള്ള ഓപ്പറേഷൻസ് ഒക്കെ അതിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? സ്വയം
സൂയിസൈഡ് ചെയ്യാനുണ്ടായത്. അത് എവിടെ വെച്ചാണ്? മണ്ണടി എന്ന് പറഞ്ഞൊരു ടെമ്പിളിന്റെ ഉള്ളിൽ വെച്ചാണ്. അത് ഇന്നത്തെ പത്തനംതിട്ടയിലായിട്ട് ഒരു മണ്ണടി ടെമ്പിൾ. അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. സോ ജനിച്ച സ്ഥലം തളിക്കുളം എന്നുള്ളതും സൂയിസൈഡ് ചെയ്ത സ്ഥലം മണ്ണടി എന്നുള്ളതും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. വേലുത്തമ്പി ദളവയുടെ ശരിയായ പേരെന്താണ്? റിയൽ നെയിം എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ. ചെമ്പകരാമൻ എന്ന് കേട്ടോ. ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പി ദളവയുടെ ശരിയായിട്ടുള്ള പേര്. വേലുത്തമ്പി ദളവ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞത് ഏതാണ്? തളിക്കുളമാണ്. തളിക്കുളം, ഇന്ന് കന്യാകുമാരിയിലുള്ള തളിക്കുളത്താണ് വേലുത്തമ്പി ദളവ ജനിച്ചത്. മരിച്ചത് എവിടെയാണ്? മണ്ണടി ടെമ്പിൾ, പത്തനംതിട്ട. ഓക്കെ. ഈ മണ്ണടി ടെമ്പിളിൽ വേലുത്തമ്പി ദളവ മരിച്ചു കഴിഞ്ഞിട്ടും ആ ഒരു അമർഷം തീരാതെ ഇവിടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? വേലുത്തമ്പി ദളവയുടെ ശരീരം കൊണ്ടുവന്ന് കണ്ണമൂല, തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ വന്ന് തൂക്കിലേറ്റി നിർത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? അതും കൂടെ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സോ വേലുത്തമ്പി ദളവയ്ക്ക് ഞാൻ പറഞ്ഞു ഒരു ലോവർ ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ തന്നെ വന്ന ആളാണ്. അതുകൊണ്ട് ഒരുപാട് റിഫോംസ് ഒക്കെ വേലുത്തമ്പി ദളവ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാലരാമവർമ്മ എന്തായിരുന്നു? റൂളർ ആയിരുന്നു. സോ എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് കൂടെ ഒന്ന് ഓർത്തു വെക്കുക. സോ ഹി സ്റ്റാർട്ടഡ് ഹജൂർ കച്ചേരി അറ്റ് കൊല്ലം. ഹജൂർ കച്ചേരി എന്താണ്? ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവാനോട് ദളവന്മാരുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ സംഭവത്തിലാണ് ഹജൂർ കച്ചേരി എന്ന് പറയുന്നത്. ഒത്തുതീർപ്പാക്കുന്ന സംഭവങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ പരിപാടികളൊക്കെ നടക്കുന്നത് ഹജൂർ കച്ചേരിയിലാണ്. അപ്പൊ കൊല്ലത്തെ ഹജൂർ കച്ചേരി സ്റ്റാർട്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? വേലുത്തമ്പി. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ റവന്യൂ കളക്ഷൻ ഇംപ്രൂവ് ചെയ്തു. എന്തുകൊണ്ടാണ് റവന്യൂ കളക്ഷൻ ഇംപ്രൂവ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയ കാര്യമാണ് അല്ലെ. അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് റോഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ കനാൽസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ട്രേഡിനെ അഗ്രികൾച്ചറിനൊക്കെ നല്ല രീതിക്ക് വേലുത്തമ്പി ദളവ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ലോക്കൽ എഡ്യൂക്കേഷൻ എൻകറേജ് ചെയ്തിട്ടുണ്ട്, കറപ്ഷനെ സപ്രസ് ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സൂയിസൈഡ് ചെയ്യുന്നതും കുണ്ടറ വിളംബരം ഉണ്ടാകുന്നതും ഒക്കെ. ഓക്കെ അല്ലേ വേലുത്തമ്പി ദളവ? ഇനി വേലുത്തമ്പി ദളവ കഴിഞ്ഞാൽ അടുത്ത ദിവാനായിട്ട് വരുന്ന ആളാണ്. അപ്പോൾ ബാലരാമവർമ്മയുടെ സമയത്ത് രണ്ടാൾക്കാരാണ്, മൂന്നാൾക്കാർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ദിവാൻ ആരാണ്? വേലുത്തമ്പി ദളവ ആദ്യം വരുന്നുണ്ട്. വേലുത്തമ്പി ദളവ. പിന്നെ ആരാ വരുന്നത്? ഉമ്മിണിത്തമ്പി. അത് കഴിഞ്ഞിട്ട് ഒരാളെയും കൂടെ പഠിക്കണം, പ്രസിഡന്റ്. ഇത് തൊട്ട് തിരുവിതാംകൂർ ഭരണത്ത് എന്ത് വരുന്നുണ്ട്? റെസിഡന്റ് വരുന്നുണ്ട്. കൊളിമക്കാളയാണ് വരുന്നത്. സോ ഈ റെസിഡന്റ് നമുക്ക് അത്യാവശ്യം പണികളും തരുന്നുണ്ട് അല്ലെ. സോ വേലുത്തമ്പി ദളവ കഴിഞ്ഞ അടുത്ത് വരുന്നവരാണ് ഉമ്മിണിത്തമ്പിയാണ് എന്താണ് ഒരു ഗോഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ജില്ലാ ജയിലുകൾ ഉണ്ടാക്കിയത്, അതേപോലെ തന്നെ ഇൻസാഫ് കച്ചേരി കോർട്സ് ഉണ്ടാക്കിയത്, മൊബൈൽ കോർട്സ് ഒക്കെ ഉണ്ടാക്കിയത് ആരാണ്? ഉമ്മിണിത്തമ്പി എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ആൻഡ് അദ്ദേഹമാണ് ഈ ബാലരാമവർമ്മ കേൾക്കുമ്പോൾ ഞാൻ പറയാൻ കോഡിൽ നിങ്ങളോട് പറഞ്ഞത് ബാലരാമപുരത്തേക്ക് എന്നല്ലേ. ഈ ബാലരാമപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ കൈത്തറിക്ക് പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. സോ ബാലരാമപുരം കൈത്തറി വികസനവുമായി ബന്ധപ്പെട്ടും വിഴിഞ്ഞ വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് ആരാണ്? ഉമ്മിണിത്തമ്പി. അത് ആരുടെ ഭരണകാലത്താണ്? ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ്. ഓക്കെ അല്ലേ? സോ ഇത്രയേ ഉള്ളൂ ബാലരാമവർമ്മ. ഓക്കെ അല്ലേ? ഇതിൽ നമ്മൾ ആരൊക്കെ പഠിച്ചു? ഏതൊക്കെ വർഷം പഠിച്ചു? വർഷം പഠിക്കുമ്പോൾ വേലുത്തമ്പി ദളവയുടെ 2 വർഷങ്ങൾ വേലുത്തമ്പി ദളവ 1800, 1804 ആൻഡ് 1809. ഒരിക്കലും മറക്കരുത്, വിച്ച് ഈസ് എന്ത്? കുണ്ടറ വിളംബരം. ഓക്കെ അല്ലേ? ഇനി